ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവുലേഷനും പീരീഡും ഒക്കെ കൃത്യമായിട്ട് വന്നിട്ടും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ 7 കാര്യങ്ങളിൽ ഒന്ന് മാറ്റം വരുത്തി നോക്കുക. ചിലപ്പോൾ ആ ഒരു ചേഞ്ച് കൊണ്ട് നിങ്ങൾക്ക് ഉടനടി പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും നമുക്ക് പ്രഗ്നൻസി പ്രോപ്പർ ആവണമെങ്കിൽ അവിടെ ഫിസിക്കൽ കോണ്ടാക്ട് മാത്രം കൃത്യമായിട്ട് ഉണ്ടായാൽ പോരാ. നമ്മുടെ ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കണം. ആ വളരുന്ന അണ്ടം ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അതുപോലെ പുരുഷന്റെ ബീജം നല്ലതുപോലെ ക്വാളിറ്റി ഉള്ളതായിരിക്കണം. എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണായിട്ടുള്ളതായിരിക്കണം. സെർവിക്കൽ മ്യൂക്കസ് ഒരുപാട് തിക്കായിട്ടുള്ളതാവാനായിട്ട് പാടില്ല. ഫലോപ്പിയൻ ട്യൂബ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് അവിടെ ജോയിൻ ആയി വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കവിടെ പ്രഗ്നൻസി കിട്ടുള്ളൂ. പ്ലസ് പ്രോപ്പർ ആയിട്ടുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റും കൂടി നമുക്ക് ആവശ്യമാണ്. എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ട് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്ന ആളുകൾ ജസ്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ട് അണ്ടം വളരാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ അവർക്ക് ഒന്നാമത്തേതിലോ രണ്ടാമത്തേതിലോ മൂന്നാമത്തേതിലോ റിസൾട്ട് കിട്ടിക്കോളണമെന്നില്ല. കാരണം നമുക്ക് ഹോർമോണൽ ഇംബാലൻസസ് ഉള്ളത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്തിട്ട് അത് പ്രഗ്നൻസി നോക്കി അതിന് ശേഷം നമ്മൾ പ്രഗ്നൻസി നോക്കിക്കഴിഞ്ഞാൽ ആ റിസൾട്ട് കിട്ടുന്നതിൽ നിന്നും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ഔട്ട്പുട്ട് കിട്ടാനായിട്ട് ഇത് നമ്മളെ സഹായിക്കുകയുള്ളൂ. അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതിൽ ഏറ്റവും ആദ്യത്തെ ഒന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ കഴിക്കുന്ന സമയത്തോ എന്തെങ്കിലും സ്നാക്സ് നിങ്ങൾ എടുക്കുന്ന സമയത്തോ ഒപ്പം ചായയോ കോഫിയോ കുടിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക. പാല് കുടിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല, പക്ഷേ ചായയോ കോഫിയോ ആണെങ്കിൽ അത് ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം നിങ്ങൾ എടുക്കാതിരിക്കുക. കാരണം ചായയും കോഫിയും നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഇപ്പോൾ പയറുവർഗ്ഗങ്ങൾ നമ്മൾ കൂടുതലായിട്ട് എടുത്തോ ഉഴുന്ന് കൂടുതലായിട്ട് എടുത്തിട്ടുള്ള ഇഡ്ഡലിയോ ദോശയോ അല്ലെങ്കിൽ പുട്ടോ ഇടിയപ്പോ അതിൻ്റെ കൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കറിയും നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കുമ്പോൾ ഇതിനൊപ്പം നിങ്ങൾ ചായയും കൂടി കുടിക്കുകയാണെങ്കിൽ ഈ ബെനഫിറ്റിന്റെ ഈ അബ്സോർപ്ഷൻ ശരീരത്തിൽ കിട്ടാതിരിക്കാനായിട്ട് അത് കാരണമാകുന്നു. അപ്പോൾ ആ ഒരു ഹാബിറ്റ് നിങ്ങൾ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പയറുവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വെജിറ്റബിൾസ് ഒക്കെ കറി വെച്ച് നമ്മൾ കഴിക്കുമ്പോഴേക്കും അതിൻ്റെ ബെനഫിറ്റ് ശരീരത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് വിറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉള്ളതാണ് ഈ പറയുന്ന പയറുവർഗ്ഗങ്ങളൊക്കെ. അതിൻ്റെ ഗുണം നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മളത് ചെയ്യുന്നത് കൊണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനേക്കാളും ഒരു മണിക്കൂർ മുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 1 മണിക്കൂറൊക്കെ ശേഷമോ നിങ്ങൾ ചായയോ കോഫിയോ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കഴിക്കുന്നതിനോടൊപ്പം ഒരു ഗ്ലാസ് വെള്ളം, അതാണ് ഏറ്റവും പ്രോപ്പർ, അത് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ആഡിക്വേറ്റ് ആയിട്ടുള്ള ഉറക്കം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇത് കേട്ടോണ്ടിരിക്കുന്ന ഓരോ വീട്ടമ്മമാരും നിങ്ങളുടെ സ്ലീപ്പ് വേക്ക് പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കുക. രാത്രി നിങ്ങൾ ഉറങ്ങുന്നത് എത്ര മണിക്കാണ്, രാവിലെ നിങ്ങൾ എഴുന്നേക്കുന്നത് എത്ര മണിക്കാണ്, നിങ്ങൾക്ക് എത്ര മണിക്കൂർ ഉറക്കമാണ് കിട്ടുന്നതെന്ന് നിങ്ങൾ നോക്കുക. ഒരു 7 മണിക്കൂറെങ്കിലും കുറഞ്ഞത് നിങ്ങൾക്ക് രാത്രി ഉറക്കം കിട്ടിയിരിക്കണം. രാത്രി ഉറങ്ങാതെ എന്നാൽ പിന്നെ രാവിലെ ഹസ്ബൻഡും പിള്ളേരും ഒക്കെ പോയിട്ട് ഉറങ്ങുക എന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. രാത്രി നമ്മൾ ഉറങ്ങുന്ന ആ ഡീപ്പ് സ്ലീപ്പിൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഹോർമോണൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതുപോലെ ഫെർട്ടിലിറ്റി ഹോർമോൺസിന്റെ ആണെങ്കിലും മറ്റ് റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെ ആണെങ്കിലും പ്രവർത്തനം പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ഡീപ്പ് സ്ലീപ്പിലോട്ട് നമ്മൾ പോകണം. ഒരിക്കലും ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് 3-4 മണിക്കൂറൊന്നും ഡീപ്പ് സ്ലീപ്പ് നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ ഹോർമോണൽ ആക്ടിവിറ്റീസ് ആ ഒരു സമയത്ത് പ്രോപ്പറായിട്ട് നടക്കുകയില്ല. അത് നടക്കണമെങ്കിൽ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് തന്നെ നടക്കുള്ളൂ. അതുകൊണ്ട് ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. നിങ്ങൾ നേരത്തെ കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ മോർണിംഗിൽ നിങ്ങൾ എഴുന്നേറ്റാൽ ഏർലി മോർണിംഗ് നിങ്ങൾ എഴുന്നേറ്റാലും കുഴപ്പമില്ല കേട്ടോ. അതുപോലെ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ശീലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പകല് കൂടുതൽ നേരം ഉറങ്ങുന്നത് രാത്രിത്തെ നിങ്ങളുടെ ഉറക്കം കുറയാനായിട്ട് കാരണമാകും. അതുകൊണ്ട് അതൊന്ന് ക്രമീകരിക്കുക കേട്ടോ. രാത്രിയാകുമ്പോൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ AC ഉപയോഗിക്കുന്നവരാണെങ്കിൽ കഴിവതും രാത്രി സോക്സ് ധരിച്ചിട്ട് നിങ്ങൾ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഈ സമയത്ത് ഒരു ചൂടിൽ ആരും തന്നെ പുതപ്പ് യൂസ് ചെയ്യാറില്ല. AC ഇപ്പോൾ 24-ലും 23-ലും ഒക്കെ ഇട്ട് കിടന്ന് ഉറങ്ങുന്ന ഒരുപാട് പേരുണ്ട്. രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ അന്തരീക്ഷം ഒന്ന് തണുക്കും. ആ തണുപ്പ് നമുക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മുടെ ACയും കൂളിംഗ് ആണ്. ഇതൊക്കെ കൂടി വരുമ്പോഴേക്കും നമ്മുടെ കാല് പെട്ടെന്ന് തണുക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ കാല് കൂടുതലായിട്ടും കൂളാവുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ സാരമായിട്ട് തന്നെ ബാധിക്കും. രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. ഈ ആക്ടിവിറ്റീസിനൊക്കെ ഒരു തടസ്സം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ കാല് കൂടുതലായിട്ട് തണുക്കുന്നത് കാരണമാകുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫുഡ് റിഫ്ലെക്സോളജി എന്ന് നിങ്ങൾ ഗൂഗിളിലൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. നമ്മുടെ ഒരുപാട് അവയവങ്ങളുടെ ഒരു പോയിന്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ഈ കാലിൻ്റെ അടിഭാഗവും നമ്മുടെ ആ ഒരു കാലിന് മേളിലുള്ള ആ ഒരു പോർഷനൊക്കെയാണ്, പാദത്തിന് മേളിലുള്ള പോർഷനൊക്കെയാണ്. അതുകൊണ്ട് ആ ഭാഗത്ത് നമ്മൾ എപ്പോഴും വാമാക്കി വെക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് രാത്രി തണുപ്പുണ്ടെങ്കിലും തണുപ്പില്ലെങ്കിലും നിങ്ങൾ സോക്സ് എടുത്ത്
എടുത്ത് ധരിക്കാനായിട്ട് ഉപയോഗിക്കുക, ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ കിടക്കുന്ന സമയത്ത് ഭയങ്കര ചൂടാണ്, ഒട്ടും പറ്റുന്നില്ല സോക്സ് കാലിൽ ഇടാനെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് ആയി കഴിഞ്ഞിട്ട് ഒരു 12 മണിയൊക്കെ ആയി കഴിയുമ്പോൾ ഒന്ന് എഴുന്നേറ്റിട്ട് സോക്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നമ്മൾ കൂടുതൽ നേരം ഇപ്പോൾ ചൂടുള്ള സമയത്താണെങ്കിലും സോക്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരീരം ഒന്നുകൂടി ചൂടാകും. അതുകൊണ്ട് പലരും അത് ഇടാറില്ല. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ആ ശരീരത്തിന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ട്, തണുപ്പിന് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഉറങ്ങുന്നതിന് കുറച്ച് നേരം മുൻപായിട്ട് നിങ്ങളൊരു ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കാല് മുക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ അത്രയും നേരത്തെ സ്ട്രെസ്സൊക്കെ റിഡ്യൂസ് ചെയ്യുന്നതിനും നമ്മൾ ഓവറോൾ ഒന്ന് കൂളാവുന്നതിനും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നതിനും ഇത് സഹായിക്കുന്നു. കാലിൽ നിന്നും മുകളിലോട്ട് രക്തം നല്ലതുപോലെ പമ്പ് ചെയ്യുമ്പോഴാണ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിലോട്ടൊക്കെ ആ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നത്. അതുപോലെ ഫുഡ് റിഫ്ലെക്സോളജിയുടെ ഒരു ബേസ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ഭാഗങ്ങളും സ്റ്റിമുലേറ്റ് ആകുന്നതിനും നമ്മളൊന്ന് റിലാക്സ് ആകുന്നതിനും ഒക്കെ ഈ കാല് ചൂടുവെള്ളത്തിൽ മുക്കി വെക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ചെറു ചൂടുവെള്ളത്തിൽ നിങ്ങൾ കാല് മുക്കി വെച്ചാൽ മതി, ഒരുപാട് തിളച്ച വെള്ളത്തിലൊന്നും മുക്കി വെക്കേണ്ട. ഒരു 15 മിനിറ്റ്സ് എങ്കിലും മുക്കി വെച്ചിട്ട് നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് കിട്ടുന്നതിനും നിങ്ങൾ റീഫ്രഷ് ആവുന്നതിനും അത് സഹായിക്കുന്നു. ഒപ്പം ഒരു വാംഫുൾ എഫക്റ്റ് നമ്മുടെ കാലിൽ കിട്ടുന്നതിനും ഇത് സഹായിക്കും കേട്ടോ. അടുത്തത്, ഓവുലേഷൻ ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ കോണ്ടാക്ട് നിങ്ങൾ ചെയ്യാതിരിക്കുക. ഓവുലേഷൻ ഡേറ്റ് പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തവരാണെങ്കിൽ കഴിഞ്ഞ മാസം നിങ്ങൾക്കിപ്പോൾ ഒരു 10-ാം തീയതിയാണ് പീരീഡ് വന്നതെങ്കിൽ ഈ മാസം നിങ്ങളൊരു 1-ാം തീയതി ആകുമ്പോഴേക്കും പീരീഡ്സ് കോണ്ടാക്ട് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് സ്റ്റോപ്പ് ചെയ്യുക. കാരണം പിന്നീട് അങ്ങോട്ടേക്കുള്ള ദിവസം ശരീരം ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആകുന്ന സമയമാണ്. ഇംപ്ലാന്റേഷൻ സമയത്ത് നമ്മൾ പ്രഗ്നൻസിയുടെ ആദ്യത്തെ ട്രൈമസ്റ്ററായിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. ഈ സമയത്ത് ബോഡിക്ക് റെസ്റ്റ് ആവശ്യമാണ്. കാരണം ഒരുപാട് പേർക്ക് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് യൂട്രസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടായിട്ട് ബ്ലീഡിങ് പ്രോപ്പറായിട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ആ ഒരു സിറ്റുവേഷൻ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ട. വരുന്ന രീതിക്ക് അത് വന്നോട്ടെ, പക്ഷെ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. വിവാഹം കഴിഞ്ഞിട്ട് ആദ്യ നാളുകളിൽ ആർക്കും ഇത് ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം പരസ്പരം അവർക്ക് ഇഷ്ടമുണ്ട്, ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവർക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. അങ്ങനെയുള്ള ആളുകൾ ഓക്കെ, പ്രശ്നമില്ല. പക്ഷെ ഒരുപാട് വർഷങ്ങളായിട്ട് ട്രീറ്റ്മെന്റുകൾ എടുക്കുന്ന ആളുകൾ, ഒരുപാട് നാളുകളായിട്ട് അല്ലാതെ പ്രഗ്നൻസി നോക്കുന്ന ആളുകളൊക്കെ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓവുലേഷൻ ഡേ 2 ദിവസത്തിന് ശേഷവും കൂടി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്നാൽ ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്നാണോ കഴിഞ്ഞ മാസം പീരീഡ് ആയത് അതിനേക്കാൾ ഒരു 10 ദിവസം മുൻപ് വരെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. പിന്നീട് അങ്ങോട്ടേക്കുള്ള 10 ദിവസം നിങ്ങൾ കോൺടാക്ട് ചെയ്യാതിരിക്കുക കേട്ടോ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സ്ട്രീം ആയിട്ട് നിങ്ങൾ വർക്കൗട്ട്സ് ചെയ്യാതിരിക്കുക. ഒരുപാട് ആളുകൾ വെയിറ്റ് ലോസ് എക്സസൈസ് ചെയ്യുന്നവരുണ്ട്. യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ടിട്ടാണെങ്കിലും ഒരുപാട് വയറ് നല്ലതുപോലെ അനങ്ങുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബോഡി നല്ലതുപോലെ ഷേക്ക് ചെയ്യുന്ന തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള എക്സസൈസുകൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാതിരിക്കുക. നോർമലായിട്ട് ഫെർട്ടിലിറ്റി എക്സസൈസുകളാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ശരീരത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ഈ ഫെർട്ടിലിറ്റി എക്സസൈസുകളാണ് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നത്. അങ്ങനെയുള്ള എക്സസൈസുകൾ നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാത്ത ടൈപ്പ് എക്സസൈസുകൾ, നിങ്ങളുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകളും ഫാറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകളും നിങ്ങൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് അവോയ്ഡ് ചെയ്യുക കേട്ടോ. അതുപോലെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിലും ഓവറായിട്ട് വെയിറ്റ് എടുത്ത് പൊക്കാതിരിക്കുക. വീട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും മൂത്ത കുഞ്ഞിനെ ഒരുപാട് നേരം എടുത്ത് പൊക്കുന്നതും ഒരുപാട് വെയിറ്റ് ഉള്ള തുണികൾ നല്ലതുപോലെ അലക്കി എടുക്കുന്നതും ഒക്കെ ഈ ഒരു സമയത്ത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, സ്ട്രെസ് ഇല്ലാതിരിക്കുക. സ്ട്രെസ് ശരീരത്തിൽ കൂടുന്നതിനനുസരിച്ചിട്ട് പല ഹോർമോണൽ ഇംബാലൻസസും ശരീരത്തിൽ ഉണ്ടാകുമെന്ന് ഒരുപാട് പഠനങ്ങൾ നടത്തി തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി അങ്ങോട്ടേക്കുള്ള ദിവസം എന്താകുമെന്ന് ആലോചിച്ചോ അല്ലെങ്കിൽ ഇനി സിംറ്റംസ് ഒന്നും വരുന്നില്ലല്ലോ, പ്രഗ്നൻസി ആയില്ലേ എന്ന് വിചാരിച്ചിട്ടോ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ചാനലിൽ ദിനം പ്രതി ഒരുപാട് കമൻസ് പോസിറ്റീവായി ചേച്ചി എന്ന് പറഞ്ഞ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നവരുണ്ട്. അതിൽ ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ്, ചേച്ചി എനിക്ക് ഒരു സിംറ്റമും ഇല്ല, ഈ സിംറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സംശയമാണ്, ഞാൻ പ്രഗ്നന്റ് ആണോ ഇല്ലയെന്ന് എനിക്ക് സംശയമാണ്, പക്ഷേ ഞാൻ പ്രഗ്നന്റ് ആണ്, ഇത്ര വീക്ക് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. നോക്കൂ, അപ്പോൾ ഒരുപാട് പേർക്ക് പ്രഗ്നൻസിയിൽ യാതൊരു തരത്തിലുള്ള ലക്ഷണവും ഇല്ലാതെ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നവരില്ലേ. ആ ഫസ്റ്റ് ട്രൈമസ്റ്ററോ സെക്കൻഡ് ട്രൈമസ്റ്ററോ ഒക്കെ പ്രഗ്നന്റ് ആണോ എന്ന് പോലും അറിയാതെ പ്രഗ്നൻസിയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുടെ ജീവിത സാഹചര്യങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഡേറ്റ് മിസ്സാവുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ കഴിവതും മൈൻഡ് ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളെ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.